പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കായി അനുമതി തേടിയ ഭൂമി കൃഷിഭൂമിയായി മാറ്റാവുന്നതാണെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് RDO ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ തള്ളിക്കളഞ്ഞത്. എലപ്പുള്ളി കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് 24-ന് കിട്ടി. ഉമേഷ് ബാലകൃഷ്ണൻ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ് സ്കേൻ. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് RDO എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ വേണ്ടി ഭൂമി തരം മാറ്റാനുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷ തള്ളിയത്. എന്തായാലും ഈ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 29-നാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഈ ഭൂമി ഇപ്പോൾ തരിച്ചു കിടക്കുകയാണ്. പക്ഷേ 2008 വരെ ഈ ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഭൂമി കൃഷിയോഗ്യമായി മാറ്റാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഭൂമി തരം മാറ്റി നൽകാനുള്ള അപേക്ഷ നിരസിക്കണമെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. ഈ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് RDO ഭൂമി തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ അത് തള്ളിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ആ ഉത്തരവിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ആവശ്യമെങ്കിൽ ഒയാസിസ് കമ്പനിക്ക് കൃഷി നടത്താം. കൃഷി നടത്താതെ മറ്റേതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം, അതിനെതിരെ നടപടിയെടുക്കണം എന്നുള്ള നിർദ്ദേശവും RDO പറയുന്നുണ്ട്. എന്തായാലും അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നതും ഈ എലപ്പുള്ളി കൃഷി ഓഫീസറെ തന്നെയാണ്. അതായത് ഈ ഒയാസിസ് കമ്പനി വാങ്ങിയ 24 ഏക്കറിൽ തരം മാറ്റാൻ നൽകിയ 4 ഏക്കർ ഭൂമിയിൽ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റോ നടത്തുകയാണെങ്കിൽ അത് കൃഷി ഓഫീസർ തന്നെ RDOയ്ക്കോ റവന്യൂ വകുപ്പിനോ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഭൂമി തരം മാറ്റാതെ അവിടെ ഈ കെട്ടിടമോ മറ്റോ നിർമ്മിക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള റിപ്പോർട്ടും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വിവാദമായ സാഹചര്യത്തിൽ ഈ കൃഷി ഓഫീസറുടെ റിപ്പോർട്ടും ഏറ്റവും സുപ്രധാനമാണ്. ഈ സർക്കാർ ഈ മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി നൽകുന്നത് കഴിഞ്ഞ 3 ആഴ്ച മുൻപാണ്. പക്ഷേ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഭൂമി തരം മാറ്റാൻ വേണ്ടിയുള്ള അപേക്ഷ നൽകുന്നത് അത് കഴിഞ്ഞ വർഷമാണ്. അത് ഓഗസ്റ്റിലാണ്. ഈ എലപ്പുള്ളി സ്ഥലം ഈ ഏകദേശം 24 ഏക്കറാണ് ഒയാസിസ് കമ്പനി വാങ്ങിയത്. അതിൽ 4 ഏക്കർ സ്ഥലമാണ് തരം മാറ്റി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അനുവദിക്കണമെന്നുള്ള അപേക്ഷ റവന്യൂ വകുപ്പിന് കൊടുക്കുന്നത്. ആ അപേക്ഷ നൽകി അതിൽ റിപ്പോർട്ട് നൽകുന്നത് പോലും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.